പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ക്രൂശിൽ പോരാളിയായി നിൽക്കണേ, സ്വർഗസംബന്ധത്തെ കാണുക, യോഗമേൽച്ചീലം നേടുക, വീണ്ടെടുത്തവനെ പ്രതി നീ വീണ്ടെടുത്താനവൻ തൻ വിലായേറും രക്തത്തിനാൽ വീണ്ടെടുത്താനവൻ തൻ വിലായേറും രക്തത്തിനാൽ. ഈ വിശുദ്ധ ദിവസത്തിനായിട്ടടിയങ്ങൾ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ആലയത്തിലേക്ക് കടന്നു വന്ന് അവിടുത്തെ പാദപീഠത്തിലായിരിക്കുന്ന ഞങ്ങൾക്ക് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ കൃപ നൽകണമേ. വിവിധ സ്ഥലങ്ങളിലും ഇടങ്ങളിലും ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന പ്രിയമക്കൾക്ക് ദൈവ സാന്നിധ്യബോധത്തോടെ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെയും കുറ്റങ്ങളെയും ഏറ്റുപറഞ്ഞ് ശുദ്ധി പ്രാപിച്ച് ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കത്തക്കവണ്ണം ഇന്നത്തെ ശുശ്രൂഷ ഞങ്ങൾക്ക് സഹായകരമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും ഞങ്ങളുടെ ദൗത്യം ഏറ്റവും ഈ നാളുകളിൽ ക്രൂശ് എടുത്തുകൊണ്ട് സാഹസികരായി നിറവേറ്റുവാനും അവിടുന്ന് കൃപയേകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിലെ സത്യങ്ങളെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ. ഈ ശുശ്രൂഷയുടെ ആദ്യോടൊന്ന് കൃപ പകരണം. അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ അവിടുന്ന് നിറയ്ക്കണം. യേശു മശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയതോന്നി കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങൾ 27-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. യേശുവെ ധ്യാനിക്കുമ്പോൾ ഞാൻ സന്തുഷ്ട മാനസൻ. കീർത്തനം 27. യേശുവേ
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ദിവ്യ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. COVID-19 സാഹചര്യത്തിൽ കുറച്ചു പേർക്ക് മാത്രമേ ദേവാലയത്തിൽ കടന്നു വന്ന് ആരാധനയിൽ സംബന്ധിക്കുവാൻ സാധിക്കുന്നുള്ളൂ. ദേവാലയത്തിൽ കടന്നു വന്ന് ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ദിവ്യ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കാലത്തെയും വൈകുന്നേരത്തെയും ആരാധനക്രമത്തിൽ ഒന്നാമത്തെ ശുശ്രൂഷാക്രമം ആരാധനയ്ക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്നും നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവേ, സകലയാഗ്രഹങ്ങളും അറിയപ്പെട്ടുവേ, നിന്റെ രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. തൃത്വത്തിന് സ്തുതിയിൽ നമുക്ക് പങ്കുചേരാം. ഗായസംഘത്തോട് ചേർന്ന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും എന്ന് ആരംഭിക്കുന്ന സ്തുതിഗീതം ഈ സമയത്ത് പാടാം. നമ്മുടെ കർത്താവ് പറഞ്ഞു പ്രകാരം ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമമതായി ഇതിന്റെ കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു.
പ്രിയരെ, ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾക്കുവാനും കർത്താവിന്റെ സന്നിധാനത്തിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തിയും അവനുമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നമുക്ക് മുട്ടുമടക്കി പ്രാർത്ഥിക്കാം. അല്പനിമിഷങ്ങൾ ശാന്തമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. കുരിശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാനും ദൈവരാജ്യത്തിന്റെ ദൗത്യം നിറവേറ്റുവാനും തക്കവണ്ണം നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായി നാം പ്രവർത്തിച്ചു പോയി. ദൈവത്തോടും സമസൃഷ്ടികളോടുമുള്ള ബന്ധത്തിൽ നാം ഇന്ന് അന്യവൽക്കരിക്കപ്പെട്ടവരായി കഴിയുന്നു. അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി. ഇനി നിന്റെ മകനെന്ന പേരിന് യോഗ്യനല്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് വിനയത്തോടുകൂടി പ്രാർത്ഥിക്കാം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. അല്പനിമിഷങ്ങൾ ശാന്തമായി നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മനസ്സാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാലവന്റെ വിശുദ്ധ വഴികളിൽ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നു നിങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവരോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവേ. നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്കും ഞങ്ങളുടെ അയൽക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നു, ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇരുട്ടിലത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിന്റെ നാം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതി വിട്ടുതന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശു ക്രിസ്തു നിമിത്തം ഞങ്ങളുടെ സകല പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പിടിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ തക്ക പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന പുതുക്കത്തുമേലാം നിന്നെ സേവിക്കുവാൻ ഞങ്ങൾ കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്കിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാവഴി കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മനഃപൂർവമായി മനസ്സാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരിയുകയും തങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവയിൽ നമ്മെ വിടുവിച്ച് സകല നന്മയിൽ ഉറപ്പിച്ചു ബലപ്പെടുത്തി നമ്മെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. So
കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്തിന് പിൻപ് 25-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. ദൈവരാജ്യത്തിനു വേണ്ടി സാഹസികരായി നിന്റെ സ്വരൂപത്തിൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും എല്ലാ ജീവിത അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ സൃഷ്ടിതാവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ കഷ്ടതകളുടെയും ശോധനകളുടെയും മധ്യത്തിൽ നിന്റെ രാജ്യത്തിന്റെ പ്രമാണങ്ങളായ സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ദൈവഹിതം വിവേചിച്ചറിയുവാൻ അവിടുന്ന് സഹായിക്കണമേ. നിന്റെ നാമം മഹത്വത്തിനു വേണ്ടി കഷ്ടങ്ങൾ കണക്കിലെടുക്കാതിരുന്ന നിന്റെ പുത്രനിൽ ഞങ്ങളുടെ ദൃഷ്ടി ഉറപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമെന്നും ദൈവരാജ്യത്തിനു വേണ്ടി സാഹസികരാകുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്നും നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഈ സമയത്ത് ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ വായിച്ച് കേൾക്കാവുന്നതാണ്. 1-ാം പാഠം, ഫസ്റ്റ് ലെസൺ. ഇന്നു കാലത്തെ ഈ വിശുദ്ധ ആരാധനയിലേക്ക് നിശ്ചയിച്ചിരിക്കുന്ന 1-ാം വേദഭാഗം എസ്തേറിന്റെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. എസ്തേർ 8-ാം അധ്യായം 1 മുതൽ 17 വരെ. അന്ന് അഹശ്വേരോശ് രാജാവ് യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന്റെ വീട് എസ്തേർ രാജ്ഞിക്ക് കൊടുത്തു. മൊർദെഖായിക്ക് തന്നോടുള്ള ചാർച്ച ഇന്നതെന്ന് എസ്തേർ അറിയിച്ചതുകൊണ്ട് അവൻ രാജസന്നിധിയിൽ പ്രവേശം പ്രാപിച്ചു. രാജാവ് ഹാമാന്റെ പക്കൽ നിന്നും എടുത്ത് തന്റെ മോതിരം ഊരി മൊർദെഖായിക്ക് കൊടുത്തു. എസ്തേർ മൊർദെഖായിയെ ഹാമാന്റെ വീട്ടിന് മേൽവിചാരകനാക്കി വെച്ചു. എസ്തേർ പിന്നെയും രാജാവിനോട് സംസാരിച്ച് അവന്റെ കാൽക്കൽ വീണു. ആഗാഗ്യനായ ഹാമാന്റെ ദുഷ്ടതയും അവൻ യഹൂദന്മാർക്ക് വിരോധമായി നിരൂപിച്ച ഉപായവും നിഷ്ഫലമാക്കണമെന്ന് കരഞ്ഞപേക്ഷിച്ചു. രാജാവ് പൊൻചെങ്കോൽ എസ്തേറിന് നേരെ നീട്ടി. എസ്തേർ എഴുന്നേറ്റ് രാജസന്നിധിയിൽ നിന്ന് പറഞ്ഞത്: രാജാവിന് തിരുവുള്ളമുണ്ടായി, തിരുമുൻപാകെ എനിക്ക് കൃപ ലഭിച്ചു. രാജാവിന് കാര്യം ന്യായമെന്ന് ബോധിച്ച് തൃക്കണ്ണിൽ ഞാനും പ്രിയയായിരിക്കുന്നു എങ്കിൽ രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലും യഹൂദന്മാരെ മുടിച്ചു കളയണമെന്ന് ആഗാഗ്യനായ ഹമദ്ദാദിയുടെ മകൻ ഹാമാൻ എഴുതിയ ഉപായ ലേഖനങ്ങളെ ദുർബലപ്പെടുത്തേണ്ടതിന് കൽപ്പന അയക്കണമേ. എൻ്റെ ജനത്തിന് വരുന്ന അനർത്ഥം ഞാനെങ്ങനെ കണ്ടു സഹിക്കും? എൻ്റെ വംശത്തിൻ്റെ നാശവും ഞാനെങ്ങനെ കണ്ടു സഹിക്കും? അപ്പോൾ അഹശ്വേരോശ് രാജാവ് എസ്തേർ രാജ്ഞിയോടും യഹൂദനായ മൊർദെഖായിയോടും കൽപ്പിച്ചത്: ഞാൻ ഹാമാന്റെ വീട് എസ്തേറിന് കൊടുത്തുവല്ലോ. അവൻ യഹൂദന്മാരെ കയ്യേറ്റം ചെയ്യുവാൻ പോയതുകൊണ്ട് അവനെ കഴുമരത്തിന്മേൽ തൂക്കിക്കളഞ്ഞു. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളുടെ രാജാവിൻ്റെ നാമത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതി രാജാവിൻ്റെ മോതിരം കൊണ്ട് മുദ്രയിടുകയും രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആർക്കും പാടില്ലല്ലോ. അങ്ങനെ സീവാൻ മാസമായ 3-ാം മാസം 23-ാം തീയതി തന്നെ രാജാവിൻ്റെ രായസക്കാരെ വിളിച്ചു. മൊർദെഖായി കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ യഹൂദന്മാർക്കും ഹിന്ദുദേശം മുതൽ കൂശ് വരെയുള്ള 127 സംസ്ഥാനങ്ങളിലെ രാജപ്രതിനിധികൾക്കും ദേശാധിപതിമാർക്കും സംസ്ഥാന പ്രഭുക്കന്മാർക്കും അതത് സംസ്ഥാനത്തിലേക്ക് അവിടുത്തെ അക്ഷരത്തിലും അതത് ജാതികൾക്ക് അതത് ഭാഷയിലും യഹൂദന്മാർക്ക് അവരുടെ അക്ഷരത്തിലും ഭാഷയിലും എഴുതി. അവൻ അഹശ്വേരോശ് രാജാവിൻ്റെ നാമത്തിൽ എഴുതിച്ച് രാജമോതിരം കൊണ്ട് മുദ്രയിട്ട് ലേഖനങ്ങളെ രാജാവിൻ്റെ അശ്വഗണത്തിൽ വളർന്ന് രാജകാര്യത്തിന് ഉപയോഗിക്കുന്ന തുരകങ്ങളുടെ പുറത്ത് കയറി ഓടിക്കുന്ന അഞ്ചൽക്കാരുടെ കൈവശം കൊടുത്തയച്ചു. അവയിൽ രാജാവ് അഹശ്വേരോശ് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലും ആധാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ അതത് പട്ടണത്തിലെ യഹൂദന്മാർ ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പൊരുതി നിൽപ്പാനും തങ്ങളെ ഉപദ്രവിപ്പാൻ വരുന്ന ജാതികളുടെയും സംസ്ഥാനത്തിൻ്റെയും സകല സൈന്യത്തെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നശിപ്പിച്ച് കൊന്നുമുടുപ്പാനും അവരുടെ സമ്പത്ത് കൊള്ളയിടുവാനും യഹൂദന്മാർക്ക് അധികാരം കൊടുത്തു.
അന്നത്തേക്ക് യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കണമെന്ന് സകല ജാതികൾക്കും പരസ്യം ചെയ്യേണ്ടതിന് കൊടുത്ത തീർപ്പിന്റെ പകർപ്പ് ഓരോ സംസ്ഥാനത്തിലും പ്രസിദ്ധമാക്കി. അങ്ങനെ അഞ്ചാൾക്കാർ രാജകീയ തുരങ്കങ്ങളുടെ പുറത്തു കയറി രാജാവിന്റെ കൽപ്പനയാൽ നിർബന്ധിതരായി ബന്ധപ്പെട്ട് ഓടിച്ചുപോയി. ശൂഷൻ രാജധാനിയിലും തീർപ്പ് പരസ്യം ചെയ്തു. എന്നാൽ മൊർദെഖായി നീലവും ശുഭ്രവും രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണനൂൽ കൊണ്ടുള്ള രക്താംബരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്നും പുറപ്പെട്ടു. ശൂഷൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. രാജാവിന്റെ കൽപ്പനയും തീർപ്പും ചെന്നെത്തിയ സകല സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും യഹൂദന്മാർക്ക് ആനന്ദവും സന്തോഷവും വിരുന്നും ഉത്സവവും ഉണ്ടായി. യഹൂദന്മാരെയുള്ള പേടി ദേശത്തെ ജാതികളിന്മേൽ വീണിരുന്നതുകൊണ്ട് അവർ പലരും യഹൂദന്മാരായി തീർന്നു. ഇവിടെ പാഠം അവസാനിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഇന്നത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി വായിക്കാവുന്നതാണ്. ഇന്ന് കാലത്തെ ഈ വിശുദ്ധ ആരാധനയിലേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 12. 12-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു, കപടമുള്ള അതരത്തോടും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. കപടമുള്ള അതരങ്ങളെയൊക്കെയും വമ്പ് പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും. ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ അതരങ്ങൾ ഞങ്ങൾക്ക് തുണ, ഞങ്ങൾക്ക് യജമാനൻ ആറെന്നവർ പറയുന്നു. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘാശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്തുവിലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. യഹോവേ, നീ അവരെ കാത്തുകൊള്ളും, ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും. മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം. 2-ാം പാഠഭാഗം വായിച്ച് കേൾക്കാവുന്നതാണ്. സെക്കൻഡ് ലെസൺ, 2-ാം പാഠം. ഇന്ന് ഈ വിശുദ്ധ ആരാധനയിലേക്ക് നിശ്ചയിച്ചിരിക്കുന്ന 2-ാം വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 25-ാം വാക്യം മുതൽ 30-ാം വാക്യം വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. ഫിലിപ്പിയർ 2-ാം അധ്യായം 25 മുതൽ 30 വരെ. എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചുമിരുന്നു. അവൻ ദീനം പിടിച്ചു മരിപ്പാറായിരുന്നു സത്യം. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവീൻ. ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പീൻ. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ്
തീർപ്പാനല്ലോ അവൻ തന്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളമായി പോയത്. ഇവിടെ 2-ാം പാഠം അവസാനിക്കുന്നു. ഈ വചനങ്ങൾ ദൈവം നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 37-ാം വാക്യം മുതൽ 42-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധ വചനത്തെ കേൾപ്പിൻ. The Gospel according to Saint Matthew, chapter 10, verses 37 through 42. എന്നേക്കാളധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാളധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ ക്രൂശ് എടുത്തു എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പ്രവാചകൻ എന്നു വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്നു വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവൽ ഒരുത്തിനൊരു പാനപാത്രം തണ്ണീർ മാത്രം കുടിക്കുവാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഇങ്ങനെ ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. നമുക്ക് നിൽക്കുമ്പോൾ തന്നെ ഞാൻ കീർത്തനങ്ങൾ 277-ാമത്തെ കീർത്തനം ചേർന്ന് പാടാം. എടുക്കാം നിന്റെ ക്രൂശിനെ ഏവൻ കർത്തൻ കൽപ്പിക്കുന്നു. കീർത്തനം 277.
പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിനുള്ള നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ദൈവ രാജ്യത്തിനു വേണ്ടി സാഹസികരായി, ടേക്കിംഗ് റിസ്ക് ഫോർ ദി റെയിൻ ഓഫ് ഗോഡ്. ഇന്ന് സഭയായിട്ട് നാം ചിന്തിക്കുന്ന വിഷയം ഇതാണല്ലോ. റിസ്ക് എടുക്കുക, സാഹസികത എന്നുള്ളത് പലപ്പോഴും നെഗറ്റീവായിട്ടാണ് നാം കണക്കാക്കാറുള്ളത്. എന്നാൽ ദൈവരാജ്യത്തിനു വേണ്ടി സാഹസികരായി തീരണം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയമായിട്ട് നാം ചിന്തിക്കുന്നത്. സേഫ് സോൺ, സുരക്ഷിത താവളം, മനുഷ്യൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു ലോകത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. കംഫർട്ട് സോൺ, നല്ലതിനു വേണ്ടി സാഹസികത ഏറ്റെടുക്കുവാൻ മടിക്കുന്ന ഒരു ലോകം. സാഹസികത ഏറ്റെടുക്കുക, റിസ്ക് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് പ്രശ്നത്തെയും കഷ്ടതയെയും ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയാണ്. റിസ്ക് is an action that expresses you to the possibility of injury or loss. നഷ്ടം ഏറ്റെടുക്കുവാനുള്ള സ്വയ തീരുമാനം, അത് ഏറ്റവും സമർപ്പണത്തോടെ പ്രവർത്തിക്കുവാനും പ്രതീക്ഷയോടെ പ്രത്യാശയോടെ മുന്നേറുവാനും തക്കവണ്ണമുള്ള വലിയ തീരുമാനത്തെ കാണിക്കുന്നതാണ്. അത് നമ്മൾ തനിയെ ഏറ്റെടുക്കുന്ന തീരുമാനമായതുകൊണ്ട് തീർച്ചയായിട്ടും കഠിനാധ്വാനം ചെയ്യുവാനും നാം ബാധ്യസ്ഥരായിട്ട് തീരുകയാണ്. അപ്പോൾ സാഹസികരായിട്ട് പ്രവർത്തിക്കുക. സാഹസികരായിട്ട് പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും മിസ്റ്റേക്കുകൾ വരാം, തെറ്റ് വരാം. എന്നാൽ ആ തെറ്റിനെ തിരുത്തിക്കൊണ്ട് നമുക്ക് മുന്നേറുന്നുവെങ്കിൽ മാത്രമേ വിജയം കൈവരിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. നമ്മൾ എന്തിനു വേണ്ടിയാണ് സാഹസികരായി തീരേണ്ടുന്നത്? ദൈവ രാജ്യത്തിനു വേണ്ടി. ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം എന്ന പദം വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും മത്തായിയുടെ സുവിശേഷം യഹൂദന്മാരെ മുന്നിൽ കണ്ടുകൊണ്ട്, യഹൂദ ക്രിസ്ത്യാനികളെ മുന്നിൽ കണ്ടുകൊണ്ട് എഴുതുമ്പോൾ സ്വർഗരാജ്യം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ദൈവരാജ്യം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യവന പശ്ചാത്തലത്തിൽ നിന്നും ഗ്രീക്ക് പശ്ചാത്തലത്തിൽ നിന്നും ക്രിസ്ത്യാനികളായി തീർന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് സുവിശേഷം എഴുതുമ്പോൾ ദൈവരാജ്യം എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വർഗരാജ്യം, ദൈവരാജ്യം എന്ന പദങ്ങൾ സുവിശേഷത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ ഈ രാജ്യം എന്നത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു അർത്ഥത്തിലല്ല, മറിച്ച് ദൈവം നമ്മുടെ രാജാവും നാം അവന്റെ മക്കളും പ്രജകളുമായി തീരുന്ന ഒരു വലിയ അനുഭവത്തെ കാണിക്കുന്നതാണ് ദൈവരാജ്യം എന്നുള്ളത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ രാജാവിന്റെ ഇഷ്ടത്തെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന അനുഭവത്തിലാണ് ഈ വിഷയത്തെ സുവിശേഷങ്ങൾ പഠിപ്പിക്കുന്നത്. ദൈവരാജ്യം വന്നു കഴിഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ ദൈവരാജ്യം വരേണമേ. നമ്മൾ കർത്താവിന്റെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത് നിന്റെ രാജ്യം വരേണമേ എന്നുള്ളതാണ്.
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദൈവരാജ്യത്തിന്റെ പൂർണ്ണതയ്ക്കായി നാം ഒക്കെയും കാത്തിരിക്കുകയാണ്. കർത്താവ് വീണ്ടും വന്ന് ഈ രാജ്യത്തിന്റെ പൂർണ്ണതയെ നിവർത്തിക്കും എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമൂഹമാണ് നമ്മൾ ഓരോരുത്തരും. ഇസ്രായേൽ സമൂഹത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ നാം പഠിക്കുമ്പോൾ ദൈവം അവരെ തെരഞ്ഞെടുത്ത് ഭൂമിയിലാക്കിയത് ഒരു മാതൃകാ സമൂഹം ആയിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. ദൈവഹിതത്തെ, ദൈവികമായിട്ടുള്ള സ്വഭാവത്തെ സമൂഹത്തിൽ വെളിപ്പെടുത്തുന്നവരായിരിക്കണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ജാതികൾക്ക് പ്രകാശമായിട്ടാണ് പഴയ നിയമ ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്ത ഭൂമിയിൽ ആക്കിയത്, സകലരെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക. ഈ സമയത്താണ് യഹൂദ ജനത ദൈവത്തോട് രാജാവിനെ ചോദിക്കുന്നത്. യഹോവയായിട്ടുള്ള ദൈവത്തിന് അത് ഇഷ്ടമല്ലായിരുന്നു എങ്കിൽ തന്നെയും അവർക്ക് രാജാവിനെ ആക്കി നൽകുന്നു. തുടർന്ന് രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽ ജനത പ്രവാസത്തിലേക്ക് പോകേണ്ട സാഹചര്യം. ഈ പ്രവാസ കാലഘട്ടത്തിലാണ് മശൂഹയെക്കുറിച്ചുള്ള ഒരു സങ്കല്പം അവരുടെ മനസ്സിൽ പ്രധാനമായിട്ടും ഉടലെടുക്കുന്നത്. അതായത് ഒരു മശൂഹ വന്ന് ഈ കഷ്ടതയിൽ നിന്ന്, പ്രവാസത്തിൽ നിന്ന്, ഈ അടിമത്തത്തിൽ നിന്ന് തങ്ങൾക്ക് വിടുതൽ നൽകും. ദാവീദിന്റെ സിംഹാസനത്തിൽ അവൻ രാജാവായിട്ട് വാണരുളും എന്ന് ഇസ്രായേൽ ജനത വിശ്വസിച്ചു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ രാജാവായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഹോശന്ന, ഇപ്പോൾ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനത അവന്റെ യെരുസലേമിലേക്ക് സ്വീകരിക്കുന്നത്. പക്ഷെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സാമ്രാജ്യം, അവന്റെ രാജ്യത്വം, അവന്റെ കർത്തൃത്വം എന്നുള്ളത് ലോകപ്രകാരമുള്ള ചിന്താഗതിയിൽ ഉള്ളതല്ലായിരുന്നു. മറിച്ച് അവൻ സ്നേഹ സാമ്രാജ്യത്തെ കെട്ടുപണി ചെയ്യുവാൻ തക്കവണ്ണം ഭൂമിയിൽ അവതാരം ചെയ്ത ദൈവമാണ്. കുരിശ് എടുത്തുകൊണ്ട് കിരീടത്തിന് പകരമായിട്ട് മുൾക്കിരീടം വെച്ചുകൊണ്ട് മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുന്ന രാജാവ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവിനെ രാജാവായി നിങ്ങളുടെ ഹൃദയത്തിൽ വിശുദ്ധീകരിപ്പീൻ, വാഴിപ്പീൻ എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിനാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദൈവരാജ്യത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ ക്രിസ്തുവിനെ നമ്മളുടെ മനസ്സിൽ രാജാവായിട്ട് അംഗീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനാൽ ഭരിക്കപ്പെടുന്ന, ദൈവത്തിന്റെ ഇഷ്ടത്തെ നിവർത്തിക്കപ്പെടുന്ന ഒരു ജീവിതത്തിന്റെ അനുഭവക്കാരായിട്ട് രൂപാന്തരപ്പെടുവാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നീതിയും സന്തോഷവും സമാധാനവുമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനുള്ള ഉത്തരവാദിത്വവും നമുക്ക് ഉണ്ട്. പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചോദ്യമാണ്, എവിടെയാണ് ദൈവരാജ്യ അനുഭവം സ്വായത്തമായി തീരേണ്ടുന്നത്? ദൈവശാസ്ത്ര രംഗത്ത് രണ്ട് പ്രധാനപ്പെട്ട ചിന്താഗതികൾ അടുത്ത കാലത്തായിട്ട് രൂപം പ്രാപിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 30-40 വർഷത്തിനിടയിൽ ദൈവശാസ്ത്ര രംഗം പരിശോധിച്ചാൽ ഈ പെന്തക്കോസ്ത് ദൈവശാസ്ത്രത്തിൽ പറയുന്നത് ഒരു അതർ വേൾഡ്ലി കൺസെപ്റ്റ്. അതായത് ഈ തിയോളജിക്കൽ വേർഡ് പറയുകയാണെങ്കിൽ ഹെലികോപ്റ്റർ തിയോളജി എന്ന് പറയും. നമ്മളൊക്കെ ഈ ലോകം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പറന്നു പോകേണ്ടുന്നവരാണ്. വേറെ എവിടെയോ ദൈവം സ്ഥാപിക്കുന്ന സ്വർഗരാജ്യം എന്നുള്ള ഒരു ചിന്താഗതിയിൽ പലപ്പോഴും പെന്തക്കോസ്ത് ദൈവശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുമ്പോൾ വിമോചന ദൈവശാസ്ത്രം 1960കളിൽ ശക്തി പ്രാപിച്ചത് ലിബറേഷൻ തിയോളജി എന്ന് പറയും. അത് ഒരു അതർ വേൾഡ്ലി കൺസെപ്റ്റ് അല്ല, മറ്റെവിടെയോ സ്ഥാപിക്കപ്പെടുന്ന ഒരു സ്വർഗം എന്നുള്ള ചിന്താഗതിയേക്കാൾ ഈ ഭൂമി തന്നെ. മറ്റേത് ഹെലികോപ്റ്റർ ദൈവശാസ്ത്രമായിരുന്നുവെങ്കിൽ ഇത് ബുള്ളോക്കാറ്റ് തിയോളജി എന്ന് പറയും. കാളവണ്ടി ദൈവശാസ്ത്രം എന്ന് മലയാളത്തിൽ അതിനെ തർജ്ജമ ചെയ്യുവാനായിട്ട് പറയും. ബുള്ളോക്കാറ്റ് തിയോളജി എന്ന് പറഞ്ഞാൽ ഈ സമൂഹം തന്നെ ദൈവരാജ്യ അനുഭവത്തിലേക്ക് രൂപാന്തരപ്പെടണം. അത് നമ്മൾ ദൈവരാജ്യത്തിന്റെ ഭാഗമായിട്ട് തീരണം.
ക്രിസ്തുവിനെ നമ്മളുടെ രാജാവായിട്ട് അംഗീകരിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തെയും ഹിതത്തെയും അറിഞ്ഞു പ്രവർത്തിക്കുന്നവരായിട്ട് നാം മാറുക. അതോടൊപ്പം തന്നെ ഈ സമൂഹവും ഒരു പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിയുടെയും പുതിയ ചിന്താഗതിയുടെയും കർത്താവിന്റെ ഇഷ്ടത്തെ അറിഞ്ഞു പ്രവർത്തിക്കുന്നതിന്റെയും നീതിയുടെയും സമാധാനത്തിന്റെയും ദൈവരാജ്യ മൂല്യങ്ങളുടെയും അനുഭവത്തിലേക്ക് രൂപാന്തരപ്പെടണം. പ്രിയമുള്ളവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാ. നമുക്ക് ക്രിസ്തുവിനെ രാജാവായിട്ട് നമ്മുടെ ഉള്ളിൽ വാഴിക്കുന്നുവെങ്കിൽ മാത്രമേ ഒരു ദൈവരാജ്യ സമൂഹത്തെ കെട്ടുപണി ചെയ്യുന്ന ദൗത്യത്തിൽ സാഹസികരായിട്ട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. എങ്ങനെയാണ് ദൈവരാജ്യത്തിനു വേണ്ടി സാഹസികരായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടുന്നത്? ഞാൻ 2 വാക്കുകളെ വിശദീകരിച്ചു എന്നേ ഉള്ളൂ. സാഹസികരാകുക, എന്താണ് ദൈവരാജ്യം? അതിൽ ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത്, ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ രാജാവായിട്ട് അംഗീകരിച്ച് പുതിയ നിയമ ഇസ്രായേൽ ദൈവത്തിന്റെ ഇഷ്ടത്തെ തിരിച്ചറിഞ്ഞ് അവന്റെ മനസ്സിനെ നമ്മുടെ മനസ്സായി രൂപാന്തരപ്പെടുത്തി അവനെ രാജാവായിട്ട് അംഗീകരിച്ച് ദൈവരാജ്യ അനുഭവത്തിലേക്ക്, ദൈവരാജ്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്നതിനോടൊപ്പം ഈ സമൂഹത്തെ ആ ദൈവരാജ്യ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനും നീതിയും സമാധാനവുമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനും കഴിയണം. സാഹസികരായി ഈ ദൈവരാജ്യത്തിനു വേണ്ടി എങ്ങനെ നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയും? ഇന്ന് നമ്മൾ വായിച്ച പഴയ നിയമ വേദഭാഗം, എസ്തേറിന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. അതിന്റെ പശ്ചാത്തലമൊന്നും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എസ്തേറിനെ കുറിച്ചും ആ പുസ്തകത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും കഥകളുമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇവിടെ എസ്തേർ എന്ന വ്യക്തി, അല്ലെങ്കിൽ ഈ പുസ്തകം പ്രധാനമായിട്ടും ഹാമാന്റെ നാശത്തെക്കുറിച്ചോ മൊർദെഖായിയുടെ ജീവിതത്തിൽ വരുന്ന ഉയർച്ചയെക്കുറിച്ചോ പ്രതിപാദിക്കുന്ന പുസ്തകം എന്നതിനേക്കാൾ യഹൂദ ജനതയുടെ രക്ഷയെ പ്രഘോഷിക്കുന്ന, യഹൂദ ജനതയുടെ രക്ഷയ്ക്കായിട്ട് എസ്തേർ പ്രവർത്തിച്ചതിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പുസ്തകമാണ്. യഹൂദന്മാരെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഹാമാൻ പദ്ധതി ഒരുക്കി, അതിലവൻ വിജയിച്ചു. രാജാവിനെയും കൊണ്ട് കൽപ്പനയൊക്കെ എഴുതി ഉണ്ടാക്കി മുദ്രയിടിപ്പിക്കുകയാണ്. പേർഷ്യൻ നിയമം അനുസരിച്ച് ആ എഴുത്ത് അല്ലെങ്കിൽ ആ നിയമം മാറ്റുവാൻ പ്രയാസമാണ്. ഈ നിയമത്തിൽ ഒരു പഴുതും അവശേഷിച്ചിരുന്നില്ല. പേർഷ്യയിൽ പ്രവാസത്തിൽ കഴിയുന്ന ചെറിയ കൂട്ടം ഇസ്രായേൽ ജനത പൂർണ്ണമായിട്ട് നശിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്നും അവർ തുടച്ചു നീക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് വന്നിരിക്കുകയാണ്. മൊർദെഖായി വിവരം എസ്തേറിനെ അറിയിക്കുന്നു. എസ്തേർ ഈ വാർത്ത കേട്ടപ്പോൾ ആദ്യം നോ എന്ന് പറയുകയല്ല, മറിച്ച് അവള് ഒരു എഴുത്ത് മൊർദെഖായിക്ക് കൊടുത്തുവിടുന്നുണ്ട്. 30 ദിവസത്തേക്ക് രാജാവ് എന്നെ രാജസന്നിധിയിലേക്ക് വിളിപ്പിച്ചിട്ടില്ല. രാജാവ് വിളിപ്പിക്കാതെ രാജസന്നിധിയിൽ ചെന്നാൽ തൻ്റെ ആ ചെങ്കോൽ നമ്മുടെ നേരെ, അല്ലെങ്കിൽ ചെല്ലുന്ന ആളിന് നേരെ നീട്ടണം. ആ ചെങ്കോൽ നീട്ടിയില്ല എങ്കിൽ പേർഷ്യൻ നിയമം അനുസരിച്ച് ആളിനെ കൊന്ന് കളയണം. ഈ സമയത്ത് മൊർദെഖായി എസ്തേറിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്. അവൻ പറയുന്നത് ഇപ്രകാരമാണ്: യഹൂദ ജനതയ്ക്ക് മറ്റൊരു സ്ഥലത്തുനിന്ന് രക്ഷയും ഉദ്ധാരണവും ഉണ്ടായേക്കാം, പക്ഷേ നീ രാജസ്ഥാനത്ത് എത്തിയത് ഈ ജനതയെ രക്ഷിക്കുവാൻ അല്ലയോ എന്ന് എങ്ങനെ അറിയാം? നീ രാജസ്ഥാനത്ത് എത്തിയത് ഈ ഒരു വലിയ ദൗത്യത്തിനു വേണ്ടി അല്ലയോ? പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ ദൈവം ആക്കിയിരിക്കുന്നത് യേശുക്രിസ്തുവിനാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദൈവരാജ്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഈ സമൂഹത്തെ നയിക്കുവാൻ അല്ലയോ? നമ്മൾ സ്വയം ചിന്തിക്കേണ്ടുന്നതാ. അവിടെയാണ് സാഹസികരായിട്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള വെല്ലുവിളി നമുക്ക് ഏറ്റെടുക്കുവാൻ പറ്റുകയുള്ളൂ. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന വസ്തുതയാണിത്. കർത്താവിന്റെ കാര്യവിചാരകന്മാരായിട്ട് ദൈവം നമ്മെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നു എന്നുള്ള ബോധ്യപ്പെടൽ പലപ്പോഴും സേഫ് സോണിന് വേണ്ടി, കംഫർട്ട് സോണിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മറന്നു പോവുകയാണ്. ഇവിടെ എസ്തേർ ഒരു ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ പ്രസിദ്ധീകരിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ഞാൻ റിസ്ക് ഏറ്റെടുക്കുവാൻ പോവുകയാണ്.
രാജസന്നിധിയിലേക്ക് ഞാൻ ചെല്ലും, രാജാവ് ചെങ്കോൽ നീട്ടിയില്ല എങ്കിൽ എന്റെ ജീവൻ പോകും എന്നതിനേക്കാൾ യഹൂദ ജനത മുഴുവൻ നശിച്ചു പോകേണ്ടുന്ന ഒരു സാഹചര്യം. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് എപ്പോഴും ഈ ദൈവരാജ്യ ദൗത്യ നിർവഹണത്തിന്റെ ശക്തി സ്രോതസ് എന്ന് പറയുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ കണ്ണുനീരോടുകൂടിയുള്ള ഒരു പ്രാർത്ഥന ഈ സമൂഹത്തെ ദൈവരാജ്യ അനുഭവത്തിലേക്ക് നയിക്കുന്നതിന് ഏറ്റവും ശക്തിമത്തായിട്ട് തീരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. നമ്മുടെ പ്രതീക്ഷ അറ്റുപോകരുത്. ഇവിടെ എസ്തർ പറയുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ, ഞാൻ രാജാവിന്റെ അടുക്കൽ ചെല്ലും. ഇഫ് ഐ പെറിഷ്, ഐ പെറിഷ്. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ, ഞാൻ രാജാവിന്റെ അടുക്കൽ ചെല്ലും. ഇതാണ് റിസ്ക് എടുക്കുക എന്ന് പറയുന്നത്. ഇതാണ് സാഹസികത എന്ന് പറയുന്നത്. എന്റെ ജീവൻ പോയിക്കൊള്ളട്ടെ, എന്റെ സ്ഥാനം ഇല്ലാതെ ആയിക്കൊള്ളട്ടെ, ഞാൻ രാജാവിന്റെ അടുക്കൽ ചെല്ലുമെന്നുള്ള ആർജവത്തോടുകൂടിയുള്ള, ധൈര്യത്തോടുകൂടിയുള്ള, ദൈവിക വിശ്വാസത്തോടുകൂടിയുള്ള പ്രഖ്യാപനം ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ട്. ആ ശക്തിയിൽ ഞാൻ രാജാവിന്റെ അടുക്കൽ ചെല്ലുമെന്നുള്ള ആ പ്രഘോഷണം, അതാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ, വിരുന്നൊരുക്കുന്നു. വിരുന്ന സമയത്ത് രാജാവ് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടുന്നത്? രാജ്യത്തിന്റെ പകുതി തരാം. നോക്കുക, ഇവൾ രാജ്ഞിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ചരിത്രമൊക്കെ നമുക്കറിയാം. വലിയൊരു സ്ഥാനത്ത് ഇരിക്കുന്നവളാ. ഈ സ്ഥാനം മാത്രമല്ല, വലിയ മഹിമയുടെ രാജ്യത്തിന്റെ പകുതി നീ ചോദിച്ചാലും ഞാൻ നിനക്ക് നൽകും എന്ന് രാജാവ് പറയുമ്പോൾ അവളുടെ മുമ്പിൽ അല്ലെ ഏത് തെരഞ്ഞെടുക്കണം എന്നുള്ള സംശയത്തിന് പോലും ഒരവസരമില്ലായിരുന്നു. മറിച്ച് അവള് പറയുകയാ, എന്റെ ജനതയുടെ രക്ഷ, എന്റെ ജനതയുടെ രക്ഷ. പ്രിയമുള്ളവരെ, ആ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, അവസാനിക്കുമ്പോൾ കാണുന്നത് യഹൂദ ജനതയുടെ ഇടയിൽ വലിയ പ്രകാശവും സന്തോഷവും ബഹുമാനവും വിരുന്നും ഉത്സവവും ഉണ്ടായി. വായിച്ച് അവസാനിപ്പിച്ച 1-ാം പാഠത്തിന്റെ 17-ാമത്തെ വാക്യത്തിന്റെ അവസാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പലരും യഹൂദന്മാരായി തീർന്നു. എത്ര പേരത് ശ്രദ്ധിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. യഹൂദന്മാരുടെ ഇടയിൽ സന്തോഷവും പ്രകാശവും ഉത്സവവും വിരുന്നും ഉണ്ടാവുക മാത്രമല്ല, പലരും യഹൂദന്മാരായി തീർന്നു. ഒരു ജനതയെ രക്ഷിക്കുവാൻ തക്കവണ്ണം എസ്തർ എടുത്ത സാഹസികമായിട്ടുള്ള പ്രവൃത്തി എത്രത്തോളം വ്യതിചലനം ആ സമൂഹത്തിൽ ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മെ ചില സ്ഥാനങ്ങളിൽ ദൈവം ആക്കിയിരിക്കുന്നു. നമ്മളത് മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ നശിച്ചാലും മറ്റുള്ളവർക്ക് രക്ഷ വേണം എന്ന് ആഗ്രഹിക്കുന്ന എസ്തറിന്റെ ജീവിതം നമുക്ക് മാതൃകയാക്കുവാൻ കഴിയുമോ? നമ്മൾ പലപ്പോഴും സ്വാർത്ഥപരമായി ചിന്തിച്ച് എനിക്ക് വേണം കൂട്ടിവെക്കുന്ന ഒരു ലോകത്തിൽ തന്നെയാണ് ഇന്ന് ജീവിക്കുന്നത് എങ്കിൽ, ഞാൻ നശിച്ചാലും എനിക്ക് നഷ്ടപ്പെട്ടാലും എൻ്റെ ജീവൻ പോയാലും എൻ്റെ സ്ഥാനം പോയാലും മഹിമ എനിക്ക് വേണ്ട, മറിച്ച് ജനതയുടെ രക്ഷ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുവാൻ കഴിയുമോ? മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്ന, സന്തോഷം നൽകുന്ന, മറ്റുള്ളവർക്ക് വിരുന്ന് ലഭ്യമാകുന്ന, മറ്റുള്ളവർക്ക് ഉത്സവം ലഭ്യമാകുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മളൊന്ന് വായിച്ച ലേഖന പാഠഭാഗം, ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം, അതിൻ്റെ 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. പക്ഷേ അതിന് തൊട്ട് മുൻപുള്ള വേദഭാഗം കൂടെ വായിച്ച് ആ വേദഭാഗത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. 2-ാമത്തെ അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. അവിടെ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുമ്പോൾ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്കു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുന്നു. ഇത് പറഞ്ഞിട്ട് 2 വ്യക്തികളെ, സാഹസികരായി ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന 2 വ്യക്തികളെ പൗലോസ് അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുക. ഒന്ന്
തിമത്യോസ്, മറ്റൊന്ന് എപ്പഫ്രോദിത്തോസ്. നമ്മൾ വായിച്ചു കേട്ടത് എപ്പഫ്രോദിത്തോസിനെ കുറിച്ചാണ്. അതിന് മുമ്പുള്ള ഭാഗത്ത് തിമത്യോസിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ഈ ദൈവരാജ്യത്തിനു വേണ്ടി എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുന്ന പൗലോസ് അപ്പോസ്തലൻ തിമത്യോസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നമുക്കറിയാം തിമത്യോസിനെ കുറിച്ച്. അവന്റെ പിതാവ് യവനനായിരുന്നു, മാതാവ് യഹൂദ. അപ്പോസ്തല പ്രവൃത്തി 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പൗലോസ് അപ്പോസ്തലന്റെ 2ാമത്തെ മിഷണറി യാത്രയിലാണ് ഇവൻ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്. ഈ തിമത്യോസിനെ കുറിച്ച് പൗലോസ് പറയുന്നത് എന്റെ പ്രിയ മകൻ എന്നാണ്. ഈ വേദഭാഗത്തിൽ 2ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. അവിടെ പറയുന്നു, എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്നു, ക്രിസ്തുവിന്റെ കാര്യം ആരും നോക്കുന്നില്ല. പക്ഷേ തിമത്യോസ് അങ്ങനെ ഉള്ളവൻ അല്ലായിരുന്നു. എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്നു, ക്രിസ്തുവിന്റെ കാര്യം നോക്കാത്തവർ ആണ് എങ്കിൽ തിമത്യോസ് നേരെ തിരിച്ചാണ്. ഇന്ന് സ്വന്തം കാര്യം സിന്ദാബാദ് അല്ലേ? പക്ഷെ തിമത്യോസ് വ്യത്യസ്തനായിരുന്നു. ഇവിടെ പൗലോസ് പറയുക, ഞാൻ പോകാത്ത ഇടങ്ങളിൽ, എനിക്ക് പോകാൻ പറ്റാത്ത ഇടങ്ങളിൽ തിമത്യോസിനെ ഞാൻ അയക്കുകയാണ്. അതായത് തനിക്ക് തുല്യ ചിന്തനായി കരുതുവാൻ തക്കവണ്ണം പൗലോസിന്റെ ഹൃദയ വിചാരപ്രകാരമുള്ള ഒരു മനുഷ്യൻ തന്നെ ആയിരുന്നു തിമത്യോസ്. എങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ക്രിസ്തു ഈ സമൂഹത്തിൽ തുടങ്ങി വെച്ചതായിട്ടുള്ള ദൈവരാജ്യത്തിന്റെ ദൗത്യത്തെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിന്റെ മാനസചിത്തരായി ഇവിടെ പൗലോസ് തിമത്യോസിനെ അയക്കുന്നത് പോലെ തനിക്ക് പോകുവാൻ പറ്റാത്ത ഇടങ്ങളിൽ ഇന്ന് ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടുന്നവരാണ് നമ്മൾ. തുല്യചിത്തരായി ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവർ, സമൂഹം നമ്മളെ കാണണം. ഇവിടെ എപ്പഫ്രോദിത്തോസിനെ കുറിച്ച് പറയുകയാണ്. എപ്പഫ്രോദിത്തോസിനെ കുറിച്ച് പൗലോസ് പറയുന്നത് എന്റെ സഹോദരൻ എന്നാണ്. ഇവിടെ അന്ന് സമൂഹത്തിലുണ്ടായിരുന്ന തിന്മ, ദുരുപദേശം, ഇതിനെതിരെ സഹഭടനായിട്ട് എപ്പഫ്രോദിത്തോസ് പ്രവർത്തിച്ചു എന്നാണ് പൗലോസ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. തനിക്ക് വേണ്ടി വളരെ ശുശ്രൂഷ ചെയ്തു. പ്രത്യേകിച്ച് താൻ തടവറയിലായിരുന്നപ്പോൾ അവൻ വളരെയധികം ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്. അവൻ മരണത്തെ അഭിമുഖീകരിച്ചു. ഇവിടെ അവന് ഇപ്പോൾ സൗഖ്യം വന്നു. പൗലോസ് വീണ്ടും ജയിലിൽ തന്നെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം അവനെ നിർത്താതെ ഫിലിപ്പിയിലേക്ക് തിരികെ അയക്കുക. അവിടെ പൗലോസ് പറയുന്നത്, എനിക്ക് വേണ്ടി ശുശ്രൂഷയുടെ കുറവ് നികത്തുവാൻ പ്രാണൻ കരുതാതെ പ്രവർത്തിച്ചവനാണ് എപ്പഫ്രോദിത്തോസ്. പ്രിയമുള്ളവരെ, ഇതൊരു വലിയ വെല്ലുവിളിയാണ്. എനിക്ക് വേണ്ടി ശുശ്രൂഷയുടെ കുറവ് നികത്തുവാൻ പ്രാണൻ കരുതാതെ പ്രവർത്തിച്ചവനായ എപ്പഫ്രോദിത്തോസ്. നമുക്ക് ക്രിസ്തുവിന് വേണ്ടി ആ ശുശ്രൂഷയുടെ കുറവ് നികത്തുവാൻ പ്രാണൻ കരുതാതെ കഷ്ടതയെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിയുമോ? നമ്മളിന്ന് വായിച്ച സുവിശേഷ വേദഭാഗം അതാണല്ലോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ പറയുന്നത്, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിന്റെ വേദഭാഗങ്ങളും ഇതേ വിധത്തിലുള്ള ചിന്തയെ നമുക്ക് നൽകുന്നതാണ്. അവിടെ പറയുന്നു, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ സഹോദരനോ സഹോദരിയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യരല്ല. ഏറ്റവും പ്രിയമുള്ളവരെ, മൂല്യമായിട്ടുള്ളത് ദൈവരാജ്യമാണ്. ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. ഏറ്റവും വലിയ നിക്ഷേപമെന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ്. നമ്മൾ ഇന്ന് എന്തൊക്കെയോ നേടിയെടുക്കുവാൻ തക്കവണ്ണം ഏറ്റവും മൂല്യമായിട്ടുള്ളതിനെ വിട്ടുകളയുന്ന ഒരു ലോകത്തിലല്ലേ ജീവിക്കുന്നത്? നമ്മളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. ഞാൻ എവിടെയോ പറഞ്ഞ ഒരു കഥ. ഒരു വഴിയിലൂടെ ഒരു ഡോക്ടർ നടന്നു പോവുകയാണ്. ഒരു ആൾക്കൂട്ടം കണ്ട് അദ്ദേഹം അടുത്ത് ചെന്നപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് മനോഹരമായിട്ടുള്ളൊരു കുടത്തിൽ ഇങ്ങനെ കൈയിട്ടിരിക്കുന്നു. കുടത്തിൻ്റെ വാ വളരെ ചെറുതാണ്.
എത്ര ശ്രമിച്ചിട്ടും ഈ കുഞ്ഞിന് കൈ ആ കുടത്തിൽ നിന്നും വലിച്ചെടുക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. മനോഹരമായിട്ടുള്ള ഒരു കുടമാണ്. അപ്പോൾ ചുറ്റും നിന്ന ആളുകൾ പലവിധത്തിലുള്ള അഭിപ്രായം പറയുന്നുണ്ട്. കുടം പൊട്ടിക്കാതെ കൈ പുറത്തെടുക്കുവാൻ ആവാത്ത ഒരവസ്ഥ. ഈ ഡോക്ടർ കുറെ നേരം ഈ കുഞ്ഞിനെയും കുടവും ഒക്കെ ശ്രദ്ധിച്ചതിന് ശേഷം അദ്ദേഹം തന്റെ പോക്കറ്റിൽ നിന്നും ഒരു സ്വർണ്ണ നാണയം എടുത്ത് കുഞ്ഞിനെ കാണിക്കുകയാണ്. പെട്ടെന്ന് ഈ കുടത്തിനകത്ത് ചിലും എന്നുള്ളൊരു ശബ്ദം. ഇവൻ സ്വതന്ത്രമായിട്ട് കൈ പുറത്തെടുത്ത് ഡോക്ടർ കാണിച്ച സ്വർണ്ണ നാണയം ചാടി പിടിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ഈ കുടത്തിനകത്ത് ഒരു ചെറിയ നാണയത്തുട്ട് കിടന്നു. ഈ നാണയത്തുട്ട് കുഞ്ഞിങ്ങനെ മുഷ്ടി ചുരുട്ടി പിടിച്ചിരിക്കുമ്പോൾ ഒരു വിധത്തിലും അവനെ കൈ പുറത്തെടുക്കുവാൻ കഴിയുന്നില്ല. അവൻ മുഷ്ടി അയക്കത്തില്ല, കാരണം നാണയം നഷ്ടപ്പെടും. നമ്മളും പലപ്പോഴും ഇങ്ങനെയാ. പലതിനെയും നമ്മളുടെ മുഷ്ടിയിൽ ഒതുക്കി പിടിക്കുവാൻ പറ്റും എന്ന് നമ്മൾ കരുതുകയാണ്. ലോകം അല്ലെ മറിച്ച് ഇപ്പോൾ ചിന്തിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, സ്വർണ്ണ നാണയത്തെ, വലിയ നിക്ഷേപത്തെ നമുക്ക് കാണുവാൻ പറ്റിയെങ്കിൽ മാത്രമേ ഈ ലോകത്തിലെ വെറുമയായിട്ടുള്ളതിനെ എറിഞ്ഞു കളഞ്ഞ് നമുക്ക് ഈ നിക്ഷേപത്തെ സ്വായത്തമാക്കുവാൻ കഴിയുകയുള്ളൂ. വസ്തുത നമ്മൾ തിരിച്ചറിയണം. ഇവിടെ പറയുകയാണ്, അല്ലെ, സ്വർഗീയമായിട്ടുള്ള നിക്ഷേപത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടുന്നത്. എന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുക. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിക്കുവാൻ കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോവുകയില്ല. യേശുതമ്പുരാൻ അതുകൊണ്ടാണ് പറയുന്നത്, ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴും ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോഴും കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ തടവിലായിരുന്നു, വന്ന് കണ്ടില്ല. ഞാൻ ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കുവാൻ തന്നില്ല. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് സ്വയം പരിശോധിക്കാം. എത്രത്തോളം നമുക്ക് ദൈവരാജ്യ അനുഭവത്തെ, സ്വർഗീയമായിട്ടുള്ള നിക്ഷേപത്തെ കാക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഈ സമൂഹത്തെ കൂടെ ആ നിക്ഷേപത്തിലേക്ക് ആകർഷിക്കുവാൻ, ദൈവരാജ്യ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. റിസ്ക് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് സ്വയം മറന്ന് പ്രവർത്തിക്കുക എന്നുള്ളതല്ല, സ്വയം ബോധ്യത്തോടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും സ്വയം മറന്ന് പ്രവർത്തിക്കുക, അതാണ് റിസ്ക് എടുക്കുക എന്നുള്ളത്. നോ. പത്രോസ് യേശുവിനെ ഒറ്റിക്കൊടുത്ത സമയത്ത് ദൈവരാജ്യത്തിനു വേണ്ടി വാളെടുത്തുകൊണ്ട് മഹാപുരോഹിതന്റെ ദാസന്റെ കാത് അറക്കുന്നുണ്ട്. യേശു എന്താ പറയുന്നത്? വാള് ഉറയിൽ ഇടുക. മറ്റുള്ളവരെ ഇഞ്ചുറി വരുത്തിക്കൊണ്ട് വാളുകൊണ്ട് ഒരു സാമ്രാജ്യം സ്ഥാപിക്കുവാൻ, ദൈവരാജ്യം സ്ഥാപിക്കുവാൻ വന്നവനല്ല ഞാന്. ആ ദാസന്റെ കാതിന് സൗഖ്യം കൊടുക്കുന്ന യേശു തമ്പുരാൻ. ഈ പത്രോസിനെ പിന്നീട് നമ്മൾ കാണുന്നത് യേശുവിന്റെ മാറിടത്തിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ശിഷ്യൻ. ആ മാറിടത്തിലേക്ക് ചാഞ്ഞു കിടക്കുന്ന പത്രോസിനോട് യേശു പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയിക്കാം. അതായത് അനേകരുടെ മുറിവുകളെ കെട്ടുവാൻ, സ്വസ്ഥതയ്ക്കായി കാക്ഷിക്കാതെ അധ്വാനിക്കുവാൻ, ദൈവഹിതം ചെയ്യുന്നു എന്നറിയുന്നതൊഴികെ യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ പ്രവർത്തിക്കുവാൻ ഇവിടെ പത്രോസിനെ യേശു രൂപാന്തരപ്പെടുത്തുകയായിരുന്നു. അതാണ് ടേക്കിംഗ് റിസ്ക് ഫോർ ദ റെയിൻ ഓഫ് ഗോഡ്. സ്വയം മറന്ന് പ്രവർത്തിക്കുവാനല്ല, സ്വയം ബോധ്യത്തോടെ മറ്റുള്ളവരുടെ മുറിവുകളെ കെട്ടുവാൻ, സ്വസ്ഥതയ്ക്കായി കാക്ഷിക്കാതെ അധ്വാനിക്കുവാൻ, ദൈവഹിതം നിറവേറ്റുന്നു എന്നറിയുന്നത് ഒഴികെ യാതൊരു പ്രതിഫലിച്ചലും കൂടാതെ പ്രവർത്തിക്കുവാൻ, പ്രിയമുള്ളവരെ, നമ്മളെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. ചന്ദ്രക്കിനെയും മേശക്കിനെയും അഭേന്ദ്രനും ഗോവിനെയും നമുക്കറിയാം. മൂന്നുപേരും രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കുന്നില്ല. അവർ നെബൂഖദ്നേസർ രാജാവിനോട് പറയുകയാണ്, രാജാവേ, അങ്ങനെ പോലും വിളിക്കുന്നില്ല. അവിടെ അവർ വിളിക്കുന്ന നെബൂഖദ്നേസറേ, ഇതിന് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ
അവൻ ഞങ്ങൾ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ഇല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല, ബിംബത്തെ നമസ്കരിക്കുകയല്ല. ഇഫ് നോട്ട്, അതാണ് റിസ്ക്, അതാണ് റിസ്ക്. ഈ രാജാവും ആ സമൂഹവും മുഴുവൻ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയത്തക്കവണ്ണം ഇവരുടെ തീരുമാനം, ഈ വാക്കുകൾ കാരണമായി തീർന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ഇന്നത്തെ സമൂഹത്തിലും ഇത്തരത്തിലുള്ള ഒരു ആർജവമാണ് നമുക്ക് വേണ്ടത്. ഇഫ് നോട്ട്, ഇല്ലെങ്കിലും ഒഴുക്കിന് എതിരെ നീന്തുവാനുള്ള ആർജവം, അതാണ് സാഹസികത. രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തെയോ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ലീവ് ഓർ ഡൈ, ജീവിച്ചാലും മരിച്ചാലും യുവർ വിൽ ബി ഡൺ. നിന്റെ ഹിതം നിവർത്തിക്കപ്പെടണം. നമുക്കത് പറയുവാൻ കഴിയുമോ? ഞാൻ ജീവിച്ചാലും മരിച്ചാലും നിന്റെ ഹിതം നിവർത്തിക്കുവാൻ എനിക്ക് കഴിയണം. പൗലോസ് അപ്പോസ്തലൻ മൂന്നാമത്തെ മിഷണറി യാത്രയുടെ അവസാന സമയത്ത് എഫെസോസിലും അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിലും പ്രസംഗിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ യെരുശലേമിലേക്ക് പോവുകയാണ്. അവിടെ യെരുശലേമിൽ പൗലോസിനെ കൊല്ലാനുള്ള എല്ലാ തയ്യാറെടുപ്പും പിടിച്ച് വിചാരണ നടത്തി കൊല്ലാനുള്ള എല്ലാ തയ്യാറെടുപ്പും അവർ നടത്തിയിരുന്നു. പൗലോസ് അവിടെ പറയുന്നുണ്ട്, യെരുശലേമിൽ മരിപ്പാൻ ഞാൻ തയ്യാറാണ്. എന്നിട്ട് അവസാനം സഭയോട് പറയുന്നുണ്ട്, കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ, കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മരിച്ചാലും ജീവിച്ചാലും കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവരാജ്യ അനുഭവത്തിൽ ജീവിപ്പാനും നല്ല തീരുമാനങ്ങളെ കൈക്കൊള്ളുവാനും സാഹസികരായി ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിപ്പാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ചേർന്ന് പ്രഖ്യാപിക്കാം. അപ്പസ്തോല വിശ്വാസ പ്രമാണം ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പീലാത്തോസിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചു വരുന്നു, പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ഞാൻ വിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് ഇരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ശ്രമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടൻ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. സമാധാനത്തിനു വേണ്ടിയുള്ള അപേക്ഷ. സമാധാനത്തിന്റെ കർത്താവും ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നത് ഞങ്ങളുടെ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗിയുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണത്തിലൊക്കെ നിന്റെ താഴ്മയുള്ള ദാസുരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ.
കൃപയ്ക്കായിട്ട് നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനായ കർത്താവേ, നിത്യ ദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണ കൊണ്ട് ഞങ്ങളിവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന് ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ചു ഭരിക്കുവാൻ ഇഷ്ടം തോന്നേണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിച്ചവരുടെ പേര് വായിക്കുന്നു. ബർത്ത്ഡേ ആഘോഷിച്ചവർ, ജന്മദിനം ആഘോഷിച്ചവർ: ചാക്കോ ജേക്കബ് ദിൽക്കുഷ്, ബ്ലസ്സി ആൻഡ് മാത്യു വാലേത്ത് കിഴക്കേതിൽ, ആശിഷ് മാമൻ പെരുങ്കുഴി കിഴക്കേക്കര, കെ ജെ ചെറിയാൻ കിടായിക്കുഴിയിൽ കിഴക്ക്, ഈഷ എസ്റ്റർ ജേക്കബ് ദിൽക്കുഷ് ഭവൻ, ജെറി പി ഫിലിപ്പ് കടക്കൽ കിഴക്കേതിൽ, ഷീബ എലിസബത്ത് ജോൺ കിഴക്കിടത്തു വടക്കേതിൽ, സന ജോസഫ് വാഴൂലി ജെറിൻ നിവാസ്, എബിൻ ഷിബു തോമസ് കണിയാംതുറയിൽ, റിയ ഗ്രേസ് മാത്യു ആഞ്ഞിലിമൂട്ടിൽ പീസ് കോട്ടേജ്, തോമസ് നൈനാൻ കല്ലുംപാട്ട്, ആനറ്റ് സൂസൻ ചെറിയാൻ പൂമൂട്ടിൽ, ഡോക്ടർ ബീന മേരി ബിച്ചു പല്ലൂന്നിപ്പറമ്പിൽ, എലിസബത്ത് ജെറിൻ പാലത്തുംപാട്ട് ബേഥേൽ, ഡാർലി ചെറിയാൻ വാഴൂലിൽ ജെറിൻ നിവാസ്, ജേക്കബ് ജോർജ് വെട്ടുവടക്കേതിൽ, ഡോക്ടർ തോമസ് മാത്യു കടവിനാന്ത്രയിൽ ന്യൂവില്ല, മറിയാമ്മ ചാണ്ടി ആഞ്ഞിലിമൂട്ടിൽ ഷിജി വില്ല, തോമസ് ചെറിയാൻ കുമ്മമ്പുഴ ചരിവിൽ, ഷിബു നൈനാൻ ആഞ്ഞിലിമൂട്ടിൽ മീനത്തേതിൽ, ജോൺ മാത്യു കടവിനാൽത്തുറ ന്യൂവില്ല, ആശിഷ് ജോൺ മാത്യു പൂവന്തറയിൽ, മറിയാമ്മ തോമസ് കണിയാംതുറയിൽ, എമിലി ഇട്ടി പൂമൂട്ടിൽ, ബെഞ്ചമിൻ വർഗീസ് ഫിലിപ്പ് തുതിക്കാട്ട് കിഴക്കേതിൽ, ബിനു മേരി ജോൺ ആര്യാട്ട് ഭവൻ, ലീലാമ്മ വർഗീസ് വെട്ടുവടക്കേതിൽ, ഷെർലി അലക്സാണ്ടർ വരിക്കയിൽ. ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും സഭയുടെ ആശംസകളെ അറിയിക്കുന്നു. നിങ്ങളുടെ പുതുവർഷം ദൈവത്തിൽ ധന്യകരമായി തീരട്ടെ എന്ന് ഈ സമയത്ത് ആശംസിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ വിവാഹ വാർഷികം കൊണ്ടാടിയവർ: മിസസ് ആൻഡ് മിസ്റ്റർ ഡോക്ടർ സജി മാത്യു പൂവള്ളിമലയിൽ, മിസസ് ആൻഡ് മിസ്റ്റർ ജിജു മാത്യൂസ് മങ്ങാട്ടുപേൽ ഹൗസ്, മിസസ് ആൻഡ് മിസ്റ്റർ ജെയിംസ് ഉമ്മൻ മണലേൽ ജോസി വില്ല, മിസസ് ആൻഡ് മിസ്റ്റർ യോഹന്നാൻ പി പടിപ്പുരയ്ക്കൽ കിഴക്കേതിൽ, മിസസ് ആൻഡ് മിസ്റ്റർ ഷിജു എം ഫിലിപ്പ് മണലേൽ ഹൗസ്. വിവാഹ വാർഷികം കൊണ്ടാടിയ പ്രിയപ്പെട്ടവർക്കും ആശംസകളെ അറിയിക്കുന്നു. അനുഗ്രഹീതമായിട്ടുള്ള, കർത്താവിൽ ധന്യകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം പുതുവർഷത്തിൽ നയിപ്പാൻ തക്കവണ്ണം സർവകൃപാലുവായിട്ടുള്ള ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിച്ചവർക്കും അതോടൊപ്പം തന്നെ ദൈവം നൽകിയതായിട്ടുള്ള നന്മകൾക്ക് പ്രത്യേക സ്തോത്രാർപ്പണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയത്ത് മുമ്പോട്ട് കടന്നുവരാം. സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് മുട്ടുമടക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഭവനങ്ങളിലായിരിക്കുന്നവർക്കും ഈ സമയത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുകൾ മടക്കാവുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, എൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും.
സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിന്റെ പേർ വരുവാൻ കാരണഭൂതനായിട്ടുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ദിവസങ്ങളിൽ ജന്മദിനം കൊണ്ടാടുന്ന എല്ലാവരെയും, കുടുംബജീവിതത്തിൽ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെയും, കർത്താവ് ജീവിതത്തിൽ നൽകിയതായിട്ടുള്ള നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും സ്തോത്രാർപ്പണത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നവരെയും ഓർത്തുകൊണ്ട് ഞങ്ങളെ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞൊരു വർഷക്കാലം മാത്രമല്ല, ജീവിതത്തിന്റെ ഈ നാളുവരെയും കരുണയോടെ കൃപയോടെ കർത്താവ് അവരെ പരിപാലിച്ചുവെങ്കിൽ, നിത്യനായിട്ടുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, പുതുവർഷവും ദൈവത്തിലെ ഏറ്റവും അനുഗ്രഹീതമാക്കി അവിടുന്ന് തീർക്കണമേ. ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതയാത്ര തുടരുവാനും ദൈവരാജ്യത്തിനു വേണ്ടി സാഹസികരായിട്ട് പ്രവർത്തിപ്പാൻ ഈ പ്രിയമക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലവനായിട്ടുള്ള ദൈവം തങ്ങളുടെ സമീപത്തുണ്ടെന്നുള്ളൊരു ബോധ്യത്തിൽ കർത്താവെ ജീവിതയാത്ര തുടരുവാനും മാതൃകാപരമായിട്ടുള്ള ജീവിതത്തിലൂടെ ദൈവരാജ്യ അനുഭവത്തിലേക്ക് മറ്റുള്ളവരെ സമ്പാദിക്കുവാനും തക്കവണ്ണം അവിടുന്ന് കൃപ കൊടുക്കണമേ. അവരുടെ ജീവിതത്തിൽ വന്നുപോയിരിക്കുന്ന കുറവുകളെയും കുറ്റങ്ങളെയും ക്ഷമിക്കണമേ. സമാധാനവും സന്തോഷവും അനുഗ്രഹവും ജീവിതത്തിൽ നൽകണം. കർത്താവെ, സ്വർഗീയ പിതാവേ, ദൈവം നൽകുന്നതായിട്ടുള്ള നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും എപ്പോഴും സ്തോത്രം അർപ്പിച്ചുകൊണ്ട് സമർപ്പിത ജീവിതം നയിപ്പാൻ ഈ പ്രിയമക്കളെ അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശു മശിഹായിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയതോന്നി കേൾക്കണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്നതിനു വേണ്ടി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ജ്ഞാനകീർത്തനങ്ങൾ 272 കീർത്തനം പാടാവുന്നതാണ്. എൻ്റെ തോഴരെ കൊടികാൺ വീശുന്നാകാശേ. ഇൻ നമ്പർ 272, കീർത്തനം 272. Be
നമുക്ക് പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കാം. നമ്മളിത് കേട്ട വചനത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യാം. ദൈവരാജ്യത്തിനു വേണ്ടി സാഹസികരായിട്ട് പ്രവർത്തിപ്പാൻ വചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നുവല്ലോ. ക്രിസ്തുവിനെ രാജ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ വാഴിപ്പാനും ദൈവത്തിൻ്റെ ഹിതവും ഇഷ്ടവും നമ്മളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും ഈ സമൂഹത്തെ ദൈവരാജ്യ അനുഭവത്തിലേക്ക് നയിപ്പാനും കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവൻ നമ്മളുടെ രാജാവും നാം അവൻ്റെ ജനവുമായി തീരുന്ന ദൈവരാജ്യ അനുഭവം നമുക്ക് സാധ്യമായിട്ട് തീരണം. അവിടെ സാഹസികരായിട്ട് പ്രവർത്തിപ്പാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? ഞാൻ നശിച്ചാലും, എനിക്ക് എന്ത് നഷ്ടം വന്നാലും, കഷ്ടതകളുണ്ടായാലും മറ്റുള്ളവരെ രക്ഷിക്കും, മറ്റുള്ളവർക്ക് നന്മ ചെയ്യും, മറ്റുള്ളവരെ സ്നേഹിക്കും എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ആർജവം എസ്തേറിനെ പോലെ നമുക്കുണ്ടോ? ദൈവമാക്കിയിരിക്കുന്ന ഇടങ്ങളിലും സ്ഥാനങ്ങളിലും നമ്മെക്കുറിച്ച് ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. രാജസ്ഥാനത്ത് നിന്നെ ആക്കിയിരിക്കുന്നത് അതിനു വേണ്ടിയല്ലയോ? പ്രിയമുള്ളവരെ, നമുക്കും സ്വയം ചിന്തിപ്പാൻ കഴിയട്ടെ. നമ്മുടെ സ്ഥാനവും പദവിയുമൊക്കെ ദൈവിക ഉത്തരവാദിത്വത്തെ നിറവേറ്റുവാനുള്ള മാർഗമായിട്ട് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ദൈവരാജ്യത്തിന്റെ ദൗത്യം ഈ സമൂഹത്തിൽ പൂരിപ്പിക്കുവാനുള്ള കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം തിമോത്തിയോസിനെ പോലെ, എപ്പഫ്രോദിത്തോസിനെ പോലെ നിറവേറ്റുവാൻ നമുക്ക് കഴിയണം. എത്ര കഷ്ടത സഹിക്കേണ്ടി വന്നാലും, രക്തം ഒഴിക്കേണ്ടി വന്നാലും സന്തോഷത്തോടെ അതിനെ ഏറ്റെടുക്കുവാൻ പ്രതിഫലിച്ചില കൂടാതെ യത്നിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടോ? സ്വർഗീയമായിട്ടുള്ള നിക്ഷേപത്തിനു വേണ്ടി നമുക്ക് കാംക്ഷിക്കുവാനും സമൂഹത്തെ ഒരുക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ? കർത്താവേ, നീതിയും സമാധാനവും സന്തോഷവുമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഈ നാളുകളിൽ ഏറ്റെടുത്ത് പ്രവർത്തിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി, ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാം. പലവിധ പ്രയാസത്തിലും ദുഃഖത്തിലും രോഗത്തിലും കഴിയുന്നവരുണ്ട്. ഹോസ്പിറ്റലും ഭവനങ്ങളിലുമായിരിക്കുന്നവരുണ്ട്. വേർപാട് ദുഃഖത്തിലായിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പള്ളിത്താഴെ ഗ്രേസ് വില്ല മിസ്റ്റർ കുര്യൻ തോമസ് USA-യിൽ അസുഖം ബാധിച്ച് ഹോസ്പിറ്റലായിരിക്കുന്നു. പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുണ്ട്. മിസ്റ്റർ കുര്യൻ തോമസിനെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ സഭയിലെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ള എല്ലാവരെയും ഓർക്കാം. എല്ലാ സംഘടനകൾക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയായിട്ട് നടത്തപ്പെടുന്ന ശുശ്രൂഷകളെ ഓർക്കാം. പ്രത്യേകിച്ച് ഡിസംബർ 1-ാം ഞായറാഴ്ച നടത്തപ്പെടുന്ന നമ്മളുടെ ആദ്യഫല പെരുന്നാളിന്റെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. എത്ര സംഭവബഹുലമായിട്ടുള്ള ലോകത്തിലൂടെ നാം മുമ്പോട്ട് പോകുന്ന ദൈവത്തിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതവും ജീവനും ഒക്കെ ദൈവത്തിന്റെ ദാനമായിട്ട് നിലനിൽക്കെ അതിനുവേണ്ടി സ്തോത്രമർപ്പിക്കുന്ന നമ്മളെ തന്നെ ആത്മസമർപ്പണം ചെയ്യുന്ന ശുശ്രൂഷയാക്കി ഈ വർഷത്തെ ആദ്യഫല പെരുന്നാളിനെ തീർക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി, ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. COVID-19 മഹാമാരിയിൽ നിന്നും നമ്മുടെ സമൂഹത്തെ ദൈവമേ വിടുവിക്കണമേ എന്ന് വീണ്ടും വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയണം. സാഹസികരായിട്ട് ഈ സൗഖ്യദായക ശുശ്രൂഷയ്ക്ക് വേണ്ടി യത്നിക്കുന്ന ധാരാളം ആളുകളുണ്ടല്ലോ. അവർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നമ്മളുടെ പ്രാർത്ഥന ഈ ദൈവരാജ്യ അനുഭവത്തിലേക്ക്, സൗഖ്യദായക ശുശ്രൂഷയിലേക്ക് സമൂഹത്തെ നയിക്കുവാൻ പര്യാപ്തമായിട്ട് തീരും. നമുക്ക് ഈ നാളുകളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളെ ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഭാരത്തോടെ, ദുഃഖത്തോടെ, വേദനയോടെ ആരെങ്കിലും ഈ ശബ്ദപരിധിയിൽ ആയിരിക്കുന്നുവെങ്കിൽ ദൈവമേ ആശ്വസിപ്പിക്കണമേ, സമാധാനം നൽകണമേ, വിടുതൽ നൽകണമേ, സൗഖ്യം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവകൃപാലുവായിട്ടുള്ള ദൈവം പ്രവർത്തിക്കട്ടെ. അവൻ മുറിവ് കെട്ടുന്നവനാ, സമാധാനം നമുക്ക് നൽകുന്നവനാ.
ഒറ്റപ്പെട്ട ജീവിതാവസ്ഥയിൽ കഴിയുന്നവരുണ്ട് എങ്കിൽ അവൻ സമീപസ്ഥനായിട്ട് കൂടെ ഇരിക്കുന്നവൻ, അനാഥരായിട്ട് നമ്മളെ കൈവിടുന്നവനല്ല. ആ ദൈവത്തോട് നമ്മളുടെ ആവശ്യങ്ങളെ നമുക്ക് ഈ സമയത്ത് യാചിക്കാം. അല്പനിമിഷങ്ങൾ മൗനമായിട്ട് പ്രാർത്ഥിക്കാമല്ലോ. രണ്ടാമത്തെ ലുത്താനി പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. കർത്താവേ കരുണയുണ്ടാകണമെന്ന് പ്രതിവാക്യമായിട്ട് ചൊല്ലാം. ഓരോ വിഷയ്ക്കും പിന്നാലെ കർത്താവേ കരുണയുണ്ടാകണമെന്ന് പ്രതിവാക്യമായിട്ട് ചൊല്ലാം. മേലിൽ നിന്നുള്ള സമാധാനത്തിനു വേണ്ടി, നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിനു വേണ്ടി, ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിനു വേണ്ടി, സകല മനുഷ്യരുടെയും ഐക്യത്തിനു വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാമേലധ്യക്ഷന്മാർക്കു വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്കു വേണ്ടിയും, വിശേഷാൽ ധർമ്മരാജ് റസാലം എന്ന നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും, പ്രേംചന്ദ് സിംഗ് എന്ന ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും, തിയഡോഷ്യസ് എന്ന മാർത്തോമാ സഭയുടെ മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും, തോമസ് കൗമൻ എന്ന നമ്മുടെ ബിഷപ്പിനു വേണ്ടിയും, അവർ ശുദ്ധ ഹൃദയത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്കു വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കു വേണ്ടിയും, പ്രത്യേകിച്ച് കോവിഡ്-19 മഹാമാരിയുടെ പ്രതിസന്ധികൾ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിസന്ധിരിക്കുന്നവർക്കും അനാഥർക്കും വിധവുമാർക്കും പീഡാനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചുവന്ന സദ്ഗുണങ്ങൾ ഘോഷിക്കുവാൻ നമുക്ക് വേണ്ടിയും, ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭൃത്യരോടും കൂടെ തന്റെ അന്തമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിന്റെ ആത്മാവ് ശരീരമാകുന്ന സഭ മുഴുവൻ വലിച്ച് ശുദ്ധീകരിക്കുന്നുവല്ലോ. നിന്റെ വിശുദ്ധ സഭയിൽ എല്ലാ വിധത്തിലുള്ള ജനങ്ങൾക്കും വേണ്ടി നിങ്ങൾ കഴിക്കുന്ന പേശുകളെയും പ്രാർത്ഥനകളെയും കൈക്കൊള്ളണമേ. അതിനുള്ള ഓരോരുത്തരും അവരുടെ വിളിയിലും ശുശ്രൂഷയിലും നിന്നെ സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവിന് രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം കൃപ അരുളേണമേ. ആമേൻ. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സുള്ള സകല അനുഗ്രഹങ്ങൾക്കു വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്കു വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്കു വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കർണകളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക്ക് മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു.
രണ്ടോ മൂന്നോ പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളും പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെ അപേക്ഷകളെ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവർത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരേണമേ. ആമേൻ. നോട്ടീസായിട്ട് ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അനൗൺസ്മെന്റ്സ്. COVID-19 മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് പൊതുവാരാധന ഞായറാഴ്ച ദിവസം ക്രമീകരിപ്പാൻ തക്കവണ്ണം സാധ്യമായി തീരുന്നു. ഇന്നത്തെ വിഷയം ടേക്കിംഗ് റിസ്ക് ഫോർ ദി റെയിൻ ഓഫ് ഗോഡ് എന്നുള്ളതാണ്. ദൈവരാജ്യത്തിനു വേണ്ടി സാഹസികരായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഒരു ലൈവ് സ്ട്രീമിംഗ് ക്രമീകരിക്കുമ്പോൾ എത്രത്തോളം സാഹസികത അതിന് വേണം എന്നുള്ളത്, അതിൻ്റെ ടെൻഷനും അതിൻ്റെ കഷ്ടതയും അതിൻ്റെ പുറകിൽ ഓടുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവർക്കറിയാം. ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ആരാധന മനോഹരമാക്കി തീർക്കുവാൻ തക്കവണ്ണം അതോടൊപ്പം തന്നെ ലൈവ് സ്ട്രീമിംഗ് ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ശുശ്രൂഷയിൽ സംബന്ധിക്കത്തക്കവണ്ണം ക്രമീകരണങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതും ഒരു ദൈവരാജ്യ ദൗത്യ നിർവഹണമാണ്. നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരോടുമുള്ള ഹൃദയംഗമായിട്ടുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. ലൈവ് സ്ട്രീമിങ്ങിൽ സഹായിക്കുന്നവർ, നമ്മുടെ ഗായസംഘ അംഗാംഗങ്ങൾ, യൂത്ത് മെമ്പേഴ്സ്, അതോടൊപ്പം തന്നെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാൻ തക്കവണ്ണം കടന്നു വന്നിട്ടുള്ളവർ, ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവർ, ലൈവ് സ്ട്രീമിങ്ങിൽ ഭവനങ്ങളിലിരുന്നു കൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും സഭയുടെ പേരിൽ അറിയിക്കട്ടെ. അടുത്ത ഞായറാഴ്ച ആഗമന ഞായറാഴ്ചയാണല്ലോ. ആഗമനത്തിൽ ഒന്നാം ഞായറാഴ്ചയാണ്. രാവിലെ 9:30 മാറ്റിൻ സർവീസ് നടത്തപ്പെടുന്നതാണ്. 9:25 തന്നെ ലൈവ് സ്ട്രീമിംഗ് ആരംഭിക്കും. ശനിയാഴ്ച 5 മണിക്ക് മുമ്പായിട്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്നവർ പേര് നൽകണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും അടുത്ത ആഴ്ചയും ശുശ്രൂഷ നടത്തപ്പെടുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സഭയുടെ ആദ്യഫല പെരുന്നാളും വാർഷിക സ്തോത്രാർപ്പണ ശുശ്രൂഷയും ഡിസംബർ മാസം 6-ാം തീയതി ഞായറാഴ്ച, ശനിയാഴ്ചയല്ല, ഡിസംബർ 6-ാം തീയതി ഞായറാഴ്ച രാവിലെ 9:30 മുതൽ ദേവാലയത്തിൽ വെച്ച് സ്തോത്ര ശുശ്രൂഷ നടത്തപ്പെടും. ഗവൺമെന്റ് നിശ്ചയിക്കുന്ന എണ്ണം ആളുകൾക്ക് മാത്രമേ ആരാധനയിൽ സംബന്ധിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ലൈവ് സ്ട്രീമിങ്ങും നടത്തപ്പെടുന്നതായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഭവനത്തിലിരുന്നു നമുക്ക് ഈ സ്തോത്ര ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം സാധിക്കുമല്ലോ. ഒരു വർഷത്തിൽ ഏകദേശം 9-10 മാസങ്ങൾ നമ്മൾ കോവിഡിന്റെ പ്രതിസന്ധിയിലൂടെ മുമ്പോട്ട് പോവുകയായിരുന്നു. ദൈവം എത്ര ദയാലുവാണ്. കരുണയോടെ കൃപയോടെ നമ്മളെ നടത്തിയപ്പോൾ നമുക്കുള്ളതിനെ മാത്രമല്ല നമ്മളെ തന്നെ പരിപൂർണമായിട്ട് അർപ്പണം ചെയ്യുന്ന ഒരു സ്തോത്ര ശുശ്രൂഷയായിട്ട് ഈ വർഷത്തെ ആദ്യഫല പെരുന്നാൾ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാ വർഷത്തേലും പോലെ സാധനങ്ങൾ ഭവനങ്ങളിൽ വന്ന് ശേഖരിക്കുവാനോ ലേലം ചെയ്യുവാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് 2 കവറുകളായിരിക്കും ഈ വർഷം നൽകുന്നത്. പതിവ് പോലെ നമ്മൾ നൽകുന്നതായിട്ടുള്ള കവറിൽ ഒരു ദിവസത്തെ വരുമാനം, മിനിമം ഒരു ദിവസത്തെ വരുമാനമാണ്. നമുക്കറിയാം ഈ മാസം ദശാംശമില്ല. ദശാംശമാണെങ്കിൽ 10-1 കൊടുക്കണം. ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുമ്പോൾ 30-1 ഉള്ളൂ. അതുകൊണ്ട് ഭവനത്തിൽ ഒരാൾ മാത്രമല്ല, വരുമാനമുള്ള എല്ലാവരും, ഞാൻ ഇരുന്ന സഭകളിലൊക്കെ പറയും, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇത് പരിശീലിക്കണം, നമ്മുടെ തലമുറ ഇത് പഠിപ്പിക്കണം. ഒരു കവറിൽ ഒരു ചെറിയ എമൗണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ പണത്തിന്റെ വലിപ്പം എന്നതിനേക്കാൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന് സ്തോത്രാർപ്പണം ചെയ്ത് ദൈവത്തോട് എന്നും നന്ദിയുള്ളവരായിട്ട് വളരുക എന്നുള്ളത് വളരെ ആവശ്യമാണല്ലോ. അതോടൊപ്പം തന്നെ ലേലവും സാധന ശേഖരണവും ഇല്ലാത്തതുകൊണ്ട് മറ്റൊരു കവറ് നൽകും. അതിനകത്ത് അതിൻ്റെ ഒരു തുക നിങ്ങൾ ഇട്ട് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുന്നു. അതത് ഭാഗത്തുള്ള കമ്മിറ്റി മെമ്പേഴ്സും ഏറിയ പ്രയർ ഗ്രൂപ്പ് ലീഡേഴ്സുമാണ് കവറുകൾ വിതരണം ചെയ്യുന്നത്. അവരുടെ കൈവശം തന്നെ തിരികെ കവറുകൾ കൊടുക്കാം, അല്ലെങ്കിൽ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കാം. നിങ്ങൾക്ക് സെപ്പറേറ്റ് രസീത് നൽകുകയും ചെയ്യുന്നതാണ്. എന്നാൽ കുറച്ച് സാധനങ്ങൾ ലേലം ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ വർഷങ്ങളായിട്ട് തുടരുന്നതായിട്ടുള്ള പതിവ് ഇല്ലാതെയാക്കുന്നില്ല. ഇവിടെ വെച്ച് നമ്മൾ ബ്ലസ് ചെയ്യുന്നതായിട്ടുള്ള കൊട്ടയും അതോടൊപ്പം തന്നെ കുറച്ച് സാധനങ്ങളും ഞായറാഴ്ച ദിവസം ആരാധനയ്ക്ക് ശേഷം ലേലം ചെയ്ത് നൽകും.
കേടുവരാത്തതായിട്ടുള്ള 2-3 ദിവസം ഇരുന്നാൽ കേടുവരാത്തതായിട്ടുള്ള സാധനങ്ങൾ ആരെങ്കിലും നൽകുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് അത് ദേവാലയത്തിൽ എത്തിക്കണം. ഓരോ പാക്കറ്റ് ആക്കി അതിന് നമ്പർ ഇടും. അതിനുശേഷം ശനിയാഴ്ച അതിൻ്റെ ഫോട്ടോ എടുത്ത് ഇപ്പോൾ 20 ഐറ്റം ഉണ്ടെങ്കിൽ 1 to 20 1 മുതൽ 20 വരെയുള്ള നമ്പർ ഇട്ട് വാട്സപ്പിൽ അതിൻ്റെ ഫോട്ടോയും അയച്ചു നൽകും. നമുക്ക് ലേലം വാട്സപ്പിലൂടെ ആ ഐറ്റത്തിന് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 2ാമത്തെ ഐറ്റത്തിന് 500 രൂപ നമ്മൾ ഒരാൾ ഇടുന്നു, 600 രൂപ വേറൊരാൾക്ക് വിളിക്കാം. അന്ന് വൈകുന്നേരം ഒരു 8 മണി വരെ നമുക്ക് ലേലത്തിനുള്ള അവസരം ഉണ്ടാകും. അതേ സാധനങ്ങൾ ഞായറാഴ്ച ദിവസം ആരാധനയ്ക്ക് ശേഷം നമ്മൾ സൂം ഓർ ഗൂഗിൾ മീറ്റിലൂടെ ലൈവായിട്ട് ലേലത്തിന് വെക്കും. വാട്സപ്പിൽ ഇട്ട തുകയാണ് കൂടുതലെങ്കിൽ ആ ആൾക്ക് അത് ഉറപ്പിച്ചു കൊടുക്കും. ഇല്ല ദെൻ നമ്മൾ ഈ സൂമിലൂടെ ഗൂഗിൾ മീറ്റിലൂടെ ലൈവായിട്ട് ലേലം വിളിക്കുമ്പോൾ അവിടെ വന്നവർക്കും വിളിക്കാം. ഏതാണോ കൂടുതൽ തുക അതിന് ആ സാധനം നമ്മൾ ഉറപ്പിക്കുകയും ചെയ്യും. സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാവർക്കും ഈ ലേലത്തിൽ സംബന്ധിക്കത്തക്കവണ്ണമുള്ള ക്രമീകരണമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡിസംബർ മാസം 6-ാം തീയതി ഞായറാഴ്ച മറ്റ് പരിപാടികളൊന്നും ക്രമീകരിക്കാതെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് എല്ലാവരും വേർതിരിക്കണമേ. പ്രാർത്ഥനയോടെ ഈ ദിനങ്ങൾ ഒരുങ്ങുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. 5 ലക്ഷം രൂപയാണ് നമ്മൾ സമാഹരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വർഷം അതിൽ കൂടുതൽ തുക കിട്ടി. നമുക്ക് ഏകദേശം അച്ഛന്മാരുടെ സാലറി ഒഴിച്ച് 75,000-ഓളം രൂപ മാസം തോറും ഡയസസിൽ സെൻട്രൽ ഫണ്ടായിട്ട് അടയ്ക്കണം. ഇപ്പോൾ തന്നെ നമുക്ക് വലിയൊരു തുക 4-5 ലക്ഷം രൂപ അടയ്ക്കുവാൻ തക്കവണ്ണം ഡ്യൂ ആയി. ഇനിയുമുള്ള മാസങ്ങളിലും നമുക്ക് തുക അടയ്ക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ അനുദിന ചെലവുകൾ നടത്തണം, സ്റ്റാഫിൻ്റെ സാലറി കൊടുക്കണം. നമുക്ക് ആദ്യഫലത്തിൽ നല്ലൊരു സഹകരണം ലഭിച്ചുവെങ്കിൽ മാത്രമേ ഇതൊക്കെ സാധ്യമായി തീരുകയുള്ളൂ. എല്ലാവരുടെയും പ്രാർത്ഥനാപൂർവമായിട്ടുള്ള സഹകരണം അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മളുടേത് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ നമ്മളുടെ ദേവാലയത്തിൽ ആദ്യഫല ശുശ്രൂഷയിൽ സഹകരിച്ചു. ഈ വർഷവും അക്കാര്യത്തിൽ ഏവരുടെയും സഹകരണത്തെ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് 4 മണിക്ക് യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രാർത്ഥനാ മീറ്റിംഗ് ഗൂഗിൾ മീറ്റിലൂടെ നടത്തപ്പെടുന്നതാണ്. യുവജന പ്രസ്ഥാനത്തിൻ്റെ 2020-21 വർഷത്തിലെ തെരഞ്ഞെടുപ്പ് 2021 ജൂൺ മാസം 30 വരെയുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് അടുത്ത ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടും. 2020 നവംബർ മാസം 29-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. എല്ലാ യുവാക്കന്മാരും പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവരും ഇതിൽ സംബന്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചൊവ്വാഴ്ച ദിവസം ടെലിഫോണിലൂടെയുള്ള പ്രാർത്ഥനാ മീറ്റിംഗ് വൈകുന്നേരം 6:30 നടത്തപ്പെടും. ഏകദേശം 45-50 മിനിറ്റ് മാത്രമേ ഈ പ്രാർത്ഥന ഉണ്ടായിരിക്കുകയുള്ളൂ. താല്പര്യത്തോടെ ഇതിൽ ഈ സന്ധ്യാപ്രാർത്ഥനയിൽ സംബന്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബുധൻ വെള്ളി ദിവസങ്ങളിൽ നമ്മൾ ചെയിൻ പ്രയറിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നതാണ്. നേരത്തെ ഉണ്ടായിരുന്ന താല്പര്യം നഷ്ടപ്പെട്ടുവോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പേരുകൾ ഇടുവാനായിട്ട് ഒത്തിരിയും താമസം ഉണ്ടാകുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ് സമൂഹത്തിൻ്റെ വിടുതലിന് സഹായകരമായി തീരുന്നത്. നമ്മളിന്ന് കേട്ടല്ലോ, സാഹസികരായിട്ട് ദൈവരാജ്യത്തിനു വേണ്ടി അല്ലെങ്കിൽ ഈ വിടുതൽ സൗഖ്യദായക ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മുടെ പ്രാർത്ഥനയാണ് അതിന് ബലമായി തീരേണ്ടുന്നത്. അതുകൊണ്ട് ദയവായിട്ട് ഈ ചെയിൻ പ്രയറിലും ഏവരും താല്പര്യത്തോടെ സംബന്ധിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് വിശുദ്ധ സംസർഗ ശുശ്രൂഷ COVID-19 മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഈ വിശുദ്ധ സംസർഗ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ താല്പര്യപ്പെടുന്നവർ വ്യാഴാഴ്ച വൈകുന്നേരത്തിന് മുമ്പായിട്ട് പേര് നൽകണമേ എന്നും ഓർമ്മപ്പെടുത്തുന്നു. ദക്ഷിണേന്ത്യാ സഭയുടെ മോഡറേറ്ററും കഴിഞ്ഞ ഒരു ദശകമായിട്ടും മഹായിടവ ബിഷപ്പുമായിരുന്ന അഭിമന്യ തോമസ് കുമ്പൻ തിരുമേനി 2020 നവംബർ മാസം 28-ാം തീയതി ഔദ്യോഗിക ചുമതലയിൽ നിന്നും വിരമിക്കുകയാണല്ലോ. തിരുമേനിയോടുള്ള ആദരസൂചകമായിട്ട് ഒരു യാത്രയപ്പ് സമ്മേളനം നവംബർ മാസം 28-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 CSI കത്തീഡ്രൽ ബെഞ്ചമിൻ ബെയ്ലി ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. തിരുമേനിയുടെ വിരമിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് ദയവായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. കോവിഡ് നിബന്ധനാധിഷ്ഠിതമാകിയാൽ മഹായിടവ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്ക് ക്ഷണിക്കപ്പെടുന്ന അതിഥികൾക്ക് മാത്രമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ പറ്റുന്നത്. എന്നാൽ തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കുന്നതാണ്. ലിങ്ക് ഏവർക്കും അയച്ച് നൽകുന്നതുമായിരിക്കും. അഭിമന്യ തോമസ് കെ ഉമ്മൻ തിരുമേനിയുടെ സേവനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും
യാത്രയപ്പ് ക്രമീകരണങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും ഏവരെയും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഗായക സംഘത്തിന്റെ പ്രാക്ടീസ് ശനിയാഴ്ച ദിവസം വൈകുന്നേരം 8 മണിക്ക് നടത്തപ്പെടുന്നുണ്ട്. നമ്മുടെ കരോൾ സർവീസ് ഡിസംബർ മാസം 23-ാം തീയതി നടത്തുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അന്നത്തെ ദിവസം വർഷിപ്പ് ലൈവായിട്ടും എന്നാൽ കൊയറിന്റെ പാട്ട് റെക്കോർഡഡ് സർവീസായിട്ടും അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് നമുക്ക് കേൾപ്പിക്കുവാനും വെർച്വൽ കരോളായിട്ട് നടത്തുവാനായിട്ടുമാണ് ആഗ്രഹിക്കുന്നത്. അന്നേ ദിവസം വചന ശുശ്രൂഷ കരോൾ സർവീസിൽ നിർവഹിക്കുന്നത് മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജ് പ്രിൻസിപ്പളായിരിക്കുന്ന മിസ്റ്റർ ജേക്കബ് ചാണ്ടിയാണ്. പ്രൊഫസർ ജേക്കബ് ചാണ്ടി ആയിരിക്കും പ്രാർത്ഥനയിൽ ഇതിനെ ഓർക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തും. നമ്മുടെ എക്യുമെനിക്കൽ കൺവെൻഷനും പതിവ് പോലെ ഡിസംബർ അവസാന ആഴ്ചയിൽ നടത്തപ്പെടുന്നതാണ്. ഈ വിഷയവും പ്രാർത്ഥനയിൽ ഓർക്കണമേ. നമ്മുടെ സഭാംഗമായിരിക്കുന്ന മിസ്സസ് ഏലിയാമ്മ മാത്യു പൂമൂട്ടിൽ സഭയ്ക്ക് 10,000 രൂപ സ്തോത്രദാനമായിട്ട് നൽകി. മിസ്സസ് ഏലിയാമ്മ മാത്യു, മകൻ മിസ്റ്റർ ചെറിയാൻ മാത്യു, ഇവരെ കുടുംബത്തെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യണമേ. വിളിച്ചു ചൊല്ല്. കൊടുവളഞ്ഞ് CS ക്രൈസ്റ്റ് ചർച്ച് ഇടവകയിൽ കുരുമ്പോലിൽ തെക്കേതിൽ മിസ്റ്റർ ബേബിക്കുട്ടി ഉമ്മന്റെയും മിസ്സസ് ലാലി ബേബിക്കുട്ടിയുടെയും മകൻ മിസ്റ്റർ ബിനു ഉമ്മനും, പന്തളം പൂഴിക്കടവ് സജി ഭവനം മിസ്സസ് സജി ജെയുടെയും മിസ്സസ് ആലി സജിയുടെയും മകൾ നമ്മുടെ സഭാംഗം മിസ് ഷിജിമോൾ യെസു തമ്മിൽ വിവാഹം ചെയ്യുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇവർ തമ്മിൽ വിശുദ്ധ വിവാഹത്തിൽ ചേരരുത് എന്നുള്ളതിന് ന്യായമായ വിരോധമാകട്ടെ കാരണമാകട്ടെ ആരെങ്കിലും അറിയുന്നുവെങ്കിൽ ഇതിനെ ഇടവകപ്പട്ടക്കാരനെ അറിയിക്കേണ്ടതാണ്. ഇത് മൂന്നാമത് വിളിച്ച് ചൊല്ലുന്നു. വിഭാഗത്തിന്റെ വിശുദ്ധ അവസ്ഥയിലൂടെ കുടുംബത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഒരുക്കപ്പെടുന്ന ബിനുവിനെയും ഷിജിയെയും ദൈവരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായിട്ടുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, മനുഷ്യൻ ഏകനായിരിക്കുന്ന ഒന്നല്ല എന്ന് കണ്ട് തക്കതായിട്ടുള്ള തുണയെ കൊടുത്ത് കുടുംബജീവിതത്തെ സ്ഥാപിച്ചവൻ അവിടുന്നാണല്ലോ. വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഒരുക്കപ്പെടുന്ന പ്രിയപ്പെട്ട മക്കളെ ദൈവരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ കൂട്ടി യോജിപ്പിക്കണമേ. ദൈവത്തിൽ ഏറ്റവും ധന്യകരമായ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിപ്പാൻ അവരെ സഹായിക്കണം. വിവാഹത്തിൻ്റെതായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളിലും ദൈവകൃപ പകരണം. അനുഗ്രഹിച്ചാലും നാഥ യേശു മശിഹ മുരടികളെ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയ തോന്നി കേൾക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ക്രിസ്തീയ ഗീതങ്ങളിൽ 310-ാമത്തെ ഗീതം ചേർന്ന് പാടകം. ഈ സമയത്ത് സ്തോത്രകാഴ്ച അർപ്പിക്കാവുന്നതാണ്. വഞ്ചക നെഞ്ചെന്നിൽ നിന്നകറ്റി എന്നാരംഭിക്കുന്ന ഗീതം 310. നെഞ്ചോടിയാരോ
നമുക്ക് നമ്മുടെ ദാനങ്ങളെയും നമ്മെ തന്നെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തരികയും അവനോടുകൂടെ സകലവും ഞങ്ങൾക്ക് സൗജന്യമായി നൽകുകയും ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ തിരുമുമ്പാകെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ഈ വഴിപാടുകൾ അവിടുന്ന് കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ ദേഹം കൊണ്ടും ദേഹകൊണ്ടും ആത്മാവ് കൊണ്ടും നിന്നെ സത്യമായും സ്വാതന്ത്ര്യമായും സേവിക്കുകയും നിന്റെ സേവ ഞങ്ങളുടെ പൂർണ്ണ സന്തോഷവും ആനന്ദവും കണ്ടെത്തുകയും ചെയ്യേണ്ടതിന് ഈ ദാനങ്ങളോടുകൂടെ ഞങ്ങളെ തന്നെ നിന്നെ കേൾപ്പിച്ചു തരുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുവേൻ. നമ്മെയും സകല ലോകത്തെയും ഉണ്ടാക്കിയിരിക്കുന്ന പിതാവായ ദൈവത്തിനും നമ്മെയും സകല മനുഷ്യജാതിയെയും വീണ്ടെടുത്തിരിക്കുന്ന പുത്രനായ ദൈവത്തിനും നമ്മെയും ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സകലരെയും ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിനും സർവമഹത്വം എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യവും അനുഗ്രഹവും കാവലും നമ്മുടെ ഇടയിലുണ്ടായി നാം എല്ലാവരോട് കൂടെയും ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. നമുക്ക് നിൽക്കുമ്പോൾ തന്നെ ജ്ഞാനകീർത്തനങ്ങൾ 174 കീർത്തനം ചേർന്ന് പാടാം. ഹിം നമ്പർ 174. പിതാവേ, സ്നേഹം ഞങ്ങളിൽ നീ എന്നേക്കും കാണിക്ക. കീർത്തനം 174. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായിട്ടുള്ള ദൈവമേ, സ്വർഗപിതാവേ, ഈ ശുശ്രൂഷയിൽ ലഭിച്ച എല്ലാ ദൈവിക കൃപയ്ക്കായിട്ടും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിപ്പാൻ അവിടുന്ന് കൃപ നൽകി പല ഭവനങ്ങളിലായിരുന്നു കൊണ്ട്
ഈ ശുശ്രൂഷയെ സംബന്ധിപ്പാൻ തക്കവണ്ണം കർത്താവ് നിങ്ങൾക്ക് ആയുസ്സും അനുഗ്രഹവും നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം. ദൈവരാജ്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കുവാനും സമൂഹത്തെ അതിനായിട്ട് ഒരുക്കുവാനും തക്കവണ്ണം കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ രാജാവായിട്ട് ഞങ്ങളുടെ ഉള്ളിൽ വാഴണമേ. നിന്റെ ഹിതത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിപ്പാൻ, സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവെ സാഹസികരായിട്ട് പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതോർത്ത് സ്തോത്രം. സമാധാനം ഞങ്ങളുടെ ഉള്ളിൽ പകരുന്നോർത്ത് സ്തോത്രം. ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്നതോർത്ത് സ്തോത്രം. കൃപയാൽ തുടർന്ന് ഞങ്ങളെ പരിപാലിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ആലയത്തിൽ വന്ന് നിന്നെ സ്തുതിപ്പാൻ അവിടുന്ന് കൃപയേകണമെന്ന് യേശു മശിഹായിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയതോന്നി കേൾക്കണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ശക്തിദാനം ക്ഷീണത്തിൽ എന്നും ധൈര്യം കൊള്ളുള്ളതിൽ ഏഴുകാതിന്റെ ക്രൂശിനെ ലജ്ജാഗർഭം ഭാവിക്കേണ്ട ഏറ്റു നിൻകാത്തൻ ക്രൂശിനെ ഉദരിപ്പാൻ